എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക്സ്, 500 നമ്പീശംപടി. ഒരുപാട് പേര് നമ്മളോട് പറയുന്ന ഒരൊറ്റ പ്രശ്നമാണ് നമുക്ക് വിയർപ്പിന്റെ ദുർഗന്ധം എന്നുള്ളത്. ഇപ്പോൾ വിയർപ്പിന്റെ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിയർപ്പ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ആ വിയർക്കാത്തത് എന്ന് പറഞ്ഞാൽ തന്നെ, വിയർപ്പില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയൊരു രോഗസാധ്യതയും കൂടിയാണ്. ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവാനും സോറിയാസിസ് മുതലായ രോഗങ്ങളൊക്കെ വരാനുള്ള ഒരു വലിയൊരു കാരണം കൂടിയാണ് നമുക്ക് വിയർപ്പില്ലാത്തത്. ഈ വിയർപ്പത്തെ പറ്റുള്ളൂ, അതൊരു കാര്യം. പിന്നെ ആ വിയർപ്പ് എന്നില്ലാത്തവർ തന്നെ വിയർക്കാൻ വേണ്ടി പരിശ്രമിച്ച് വിയർപ്പിക്കുകയെങ്കിലും വേണം. എന്നാലും മാത്രമാണ് നമ്മൾ ആരോഗ്യം പരിപൂർണമായിട്ട് ഹെൽത്തി ആവുള്ളൂ. പല രോഗങ്ങളുടെയും പല ദോഷങ്ങൾക്കും അതുപോലെ ത്വക്കിനെയും അതുപോലെ തന്നെ രക്തശുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വിയർപ്പിന്റെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഒന്നിൽപ്പെട്ട ഒന്നാണ് വിയർപ്പ്. ഇത് നിർബന്ധമാണ്, ആവശ്യമാണ്. പക്ഷേ ഇതൊക്കെ വിയർപ്പിന്റെ മണം എന്ന് പറയുന്നത് ഒരു മാനുഷിക പരിഗണന, മനുഷ്യന്മാരുടെ സാധാരണ ഉണ്ടാകുന്ന വിയർപ്പിനേക്കാൾ വളരെ ദുഷിച്ചതും ദുർഗന്ധവുമായിട്ട് മറ്റൊരു സ്ഥലത്തേക്കോ അടുത്തേക്കോ ചെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള വിയർപ്പിന്റെ നാറ്റം എന്ന് പറയുന്ന, വിയർപ്പിന്റെ മണം എന്ന് പറയുന്നതും നാറ്റം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. മണം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നതും നാറ്റം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തതും എന്നുള്ളതാണ്. കാരണം മണം എന്ന് പറയുന്നത് സുഗന്ധത്തിന് മണം തന്നെയാണ്, നാറ്റം രണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് വിയർപ്പിന് എൻ്റെ ഒരു ദുർഗന്ധം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബസ്സിൽ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കും, പിന്നെ അടുത്തുകൂടെ ഒരാൾ പോയിട്ട് ചെയ്യും ബോധപ്പെടും കക്ഷത്തിൻ്റെ അവിടെ നിന്നുള്ളത് കെട്ട മണം. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൻ്റെ ഒക്കെ ഏത് ഭാഗത്ത് വിയർത്തോട്ടെ, വിയർത്ത് കഴിഞ്ഞാലും അകലേക്ക് ഇങ്ങനെ തള്ളി പോകുന്ന വിയർപ്പിൻ്റെ ദുർഗന്ധമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അതാണായാലും പെണ്ണായാലും വലിയവരാണും ചെറിയവരാണെങ്കിലും കറുത്തവരാണെങ്കിലും വെളുത്തവനും കാശിലോനും കാശില്ലാത്തവനും പണമുള്ളവനും പണമില്ലാത്തവർക്കും ഒക്കെ ഈ പരിപാടി ഉണ്ട്. കാരണം വെച്ചാൽ ഇത് അതൊക്കെ ലോക്കൽ ആൾക്കാർക്ക് വരുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ലോകത്തുള്ള അത്രയൊക്കെ അടിച്ചിട്ട് നമ്മൾ ഈ നടന്നു കഴിഞ്ഞാലും ഇതിനേക്കാൾ എട്ടങ്ങട്ടി മണമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരിക. ഈ കട്ടമണം സുഗന്ധം കൂടി രണ്ട് സാധനം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയൊരു മണം ജനങ്ങളിലേക്ക് വരും. അതുകൊണ്ട് കൂടി ജനം ജീവൻ കിട്ടാൻ വെച്ചിട്ട് ഓടും, ആ നിലയ്ക്കാവും. അപ്പം നമ്മളൊരു സ്പ്രേ കോപ്പി വീട്ടിൽ ഉണ്ട് എന്ന് കരുതിയിട്ട് ആരും ഇത് ചിരിച്ച് ഇരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ മണക്കുണ്ടോ ഇത് മേടിച്ച് കഴിച്ചോളാം. കാരണം നമ്മൾ 10 ആളുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലണം എന്നുണ്ടെങ്കിൽ സ്പ്രേയുടെ ബോട്ടിലല്ല കന്നാസായിട്ട് പോകേണ്ടി വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ദുഷിച്ച ദുർഗന്ധമുണ്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആരടുത്തേക്കും പോകണ്ടെന്നാണ് വിചാരിക്കുക. കാരണം വെച്ചാൽ എൻ്റെ ദുർഗന്ധങ്ങൾ ആരും മണക്കണ്ട, ഞാൻ വീട്ടിലിരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കാം. പക്ഷേ നമുക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടായിരിക്കും, മക്കളുണ്ടായിരിക്കും. ഇവരെയും കൂടി ഓടിപ്പിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഏറ്റവും അടുത്ത ആൾക്കാർക്ക് പോലും അടുത്തിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദുഷിച്ച ദുർഗന്ധത്തെ നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഔഷധ ചേരുവ കൊണ്ട് തന്നെ നമ്മുടെ രക്തശുദ്ധി, മാംസങ്ങൾ, അതുപോലെ തന്നെ മറ്റ് എല്ലാ നാഡീഞരമ്പുകളിലുള്ള കൊഴുപ്പുകൾ ഇതൊക്കെ അലിഞ്ഞു പോയിട്ട് നല്ല സുഗന്ധമായ നല്ല പ്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള സൗന്ദര്യം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു കാരണങ്ങളുണ്ടാവും. ചില ആൾക്കാർ കാണാം മൂക്കിൻ്റെ ഇവിടെ ഒരു തയമ്പെന്നുണ്ടാവും, ഇവിടെയൊക്കെ ആര് പോലെ അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഒരു ആര് അപ്പോൾ എന്നിട്ട് കാണാൻ ഓരോരുത്തർ ഞെക്കിയിട്ട് ഇങ്ങനെ തുറപ്പിച്ച് ഇങ്ങനെ കളയാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരൊക്കെ എടുത്ത് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഞെക്കിയിട്ടും ഇങ്ങനെ നോക്കിയിട്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ ത്വക്ക് രോഗങ്ങളുടെ ഭാഗങ്ങളിൽപ്പെട്ട ഒരു പ്യൂരിറ്റിയുടെ കുറവാണ്, ഇത് ബ്ലഡിൻ്റെ ശുദ്ധി കുറവാണ്. ഈ ശുദ്ധി കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടപ്പെട്ട തന്നെയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ 100 ഗ്രാം നന്നാരി വാങ്ങുക. നന്നാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സർവത്തിൻ്റെ ഉണ്ടാക്കുന്നതാണ്. പച്ചമരുന്ന് കടയിൽ മേടിക്കാൻ കിട്ടും, അത് പച്ചയായിട്ട് പറമ്പിൽ പറിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ആയുർവേദ പെട്ടിമരുന്ന് വിൽക്കുന്ന സ്ഥലത്തുനിന്ന് അത് വാങ്ങുക. 100 ഗ്രാം വേണം. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 50 ഗ്രാം നമ്മൾ കഴിക്കണ വേപ്പിൻ്റെ തോല്, ആര്യവേപ്പിൻ്റെ തോല്, 50 ഗ്രാം നമ്മുടെ കണിക്കൊന്നയുടെ തോല്. അപ്പോൾ രണ്ടെല്ലാം കൂടിയിട്ട് 3 കൂട്ടം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആകെ 200 ഗ്രാം. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുള്ളൂ. ഈ സാധനം നന്നായി പൊടിച്ചിട്ടോ ചതച്ചോ വെക്കുക. പൊടി പൗഡറാക്കി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചതച്ച് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ വീതം അല്ലെങ്കിൽ ഒരു 15 ഗ്രാമോ 20 ഗ്രാം വീതം നമ്മൾ എന്ത് വേണം, ഒരു 4 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 2 ഗ്ലാസ് ആക്കി വറ്റിക്കുക. അത് ചെറു ചൂടിൽ വറ്റിക്കണം. ഇത് 2 നേരം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ദുഷിച്ച അതും പുറത്തു പോകും.
ഈ ദുഷിച്ചതിന് ബ്ലഡ് പ്യൂരിഫിക്കേഷനാവും. ഇത് ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ വയറ് നിറച്ച് വെള്ളം കുടിച്ചിരിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കഷായം കുടിക്കുന്നേക്കാൾ മുമ്പ് തന്നെ നമ്മളൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് നമ്മൾ ഉണർന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം വെള്ളം നമ്മൾ വയറ്റിലേക്ക് കുടിക്കുക. ഈ കുടിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കും. ഈ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കുന്നത് ഈ കഷായമാണ്. ഈ കഷായം കഴിക്കുമ്പോൾ ഈ പിന്നീട് വയർത്ത് പോകുന്നതിലേക്ക് ഉണ്ടാകുന്ന ആ ദുഷിച്ചതിനെ പുറന്തള്ളാനും ഫിൽട്ടർ ചെയ്യാനും നമുക്ക് വളരെ എഫക്റ്റീവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 15 ദിവസമൊക്കെ കഴിക്കേണ്ടുള്ളൂ. ഈ 15 ദിവസം 200 വെച്ച് മേടിക്കുമ്പോൾ 10 ദിവസത്തേക്കായി നമ്മളതൊരു 300 കുറച്ചും കൂടി കൂട്ടിയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ 10-20 ദിവസം കഴിക്കുക. കാരണം വെച്ചാൽ പരിപൂർണമായിട്ട് ഒരു 20 ദിവസമോ 25 ദിവസമോ ഒരു മാസമൊക്കെ കഴിക്കാം. പക്ഷെ ജനങ്ങൾ ഏറ്റവും കുറഞ്ഞൊരളവാണ് എല്ലാവരും അന്വേഷിക്കുക. കാരണം വെച്ചാൽ എത്ര ദിവസം കഴിക്കണം, കുറച്ച് കാലം കഴിക്കണമെന്ന് കേട്ടാൽ തന്നെ ഈ പരിപാടി കേൾക്കാൻ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 20 ദിവസമായിട്ട് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിങ്ങൾ പറ്റിയില്ലെങ്കിൽ ഒരു ട്രിപ്പ് വാങ്ങി 10 ദിവസമെങ്കിലും കഴിക്കും. ഈ 10 ദിവസം കഴിക്കുമ്പോൾ ഇതേപോലെ രാവിലെ വെറും വയറ്റിൽ വയറ് നിറച്ച് വെള്ളം കുടിക്കുക. അതിനുശേഷം നമ്മൾ വേണ്ട കാര്യങ്ങൾ പ്രാഥമികമായിട്ടുള്ള ബാത്റൂമോ അതുപോലെ തന്നെ ബ്രഷിങ് കാര്യങ്ങളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം മതി ഈ കഷായം വെക്കൽ. ഈ കഷായം കുടിക്കുന്നത് ഒരാഴ്ചയ്ക്കോ 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് ഒരുമിച്ച് വെച്ചിട്ടാം. അതിനുള്ള പാത്രവും വലിപ്പം വെള്ളമൊക്കെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ആവാം. ഇല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ആക്കിയിട്ട് വെക്കാം. അതൊന്നും പ്രശ്നമല്ല. ഈ വെള്ളം കൂടി കഴിഞ്ഞ് നമ്മൾ ബ്രഷിങ്ങും ബാത്റൂമും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വേണം, പിന്നെ കഴിക്കുന്നതാണ് നമ്മൾ കഷായം. ഈ കഷായം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള രക്തശുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പവിത്രമായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ശോധന കിട്ടും. അതുപോലെ തന്നെ ആമാശയപരമായിട്ടുള്ള ദഹനഗ്രന്ഥികളുടെ കാര്യങ്ങൾ, നമ്മളെ രക്തോട്ടം ഉണ്ടാവാൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണോ, മൂത്രക്കല്ല്, മൂത്രപ്പഴുപ്പ്, മൂത്രച്ചൂട് മുതലായ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ശരീരത്തിൽ ഫാറ്റുകൾ അടിഞ്ഞു കൂടിയിട്ടുള്ളത്, ഇതിനൊക്കെ പുറന്തള്ളാനും ഇത് വളരെ ഉപകാരപ്പെടും. ഈ കഷായം കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ രക്തശുദ്ധിയും വന്നിട്ട് വളരെ തേജസ്സുള്ള ശരീരം കൂടി മാറും. പിന്നെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ സുഗന്ധം എന്നുള്ളതിലേക്ക് മാറും. ഈ സുഗന്ധം എന്നുള്ളതിലേക്ക് ദുർഗന്ധം മാറി നമ്മുടെ ശരീരത്തിൻ്റെ എനർജിയിലെയും വിയർപ്പിനൊക്കെ സുഗന്ധമായിട്ട് മാറും. പിന്നെ ചില ആളുകളൊക്കെ അതിന് വളരെ ഗുണപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ രാവിലെ പാല് കുടിക്കുന്നതിൽ ഒരു തുള്ളി ചന്ദന തൈലം ഇറ്റിച്ച് അതിന് ശേഷം കുടിക്കാറുണ്ട്. അത് നമുക്ക് ശരീരത്തിന് നല്ല സുഗന്ധം ഉണ്ടാക്കും. വിയർപ്പിന് നല്ല മണം വരാനൊക്കെ വളരെ എഫക്റ്റീവാണ്. അങ്ങനെ പലതും ചെയ്യാറുണ്ട്. ചന്ദനത്തിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി അത് വെച്ചാൽ സാധാരണ ഈ അത്തറ് മേടിക്കുന്നതല്ല കേട്ടോ, അതൊക്കെ കെമിക്കലൊക്കെ ഇട്ടിട്ട് തരുന്നതാണ്. പക്ഷേ ഈ ഒറിജിനൽ ചന്ദന തൈലത്തിൽ നിന്നും ഒരു തുള്ളി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട്, അതും മാത്രമല്ല അതിൽ കുങ്കുമം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ പാലായിട്ട് ഇത് വെറും വയറ്റിലോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ രാവിലെയാണ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിയർപ്പിനും ഈ ചന്ദനത്തിൻ്റെ സുഗന്ധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ നിന്നും ഏറ്റവും നല്ല മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാർത്ഥതയുടെ ഒക്കെ മണം വിയർപ്പിൻ്റെ മണം തന്നെയാണ്. ആ മണത്തിൻ്റെ ദുർഗന്ധം മാറ്റി സുഗന്ധമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടിപ്സുകൾ. ഇത് ആയിട്ട് സഹിച്ചിട്ട് ഒരുപാട് പേര് ഇത് കൊണ്ടു നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് ആയിട്ട് തന്നെ പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്നവരൊക്കെ വന്നിട്ട് അത് ഇവിടെ അതുണ്ടാ ഇതുണ്ടാ, പക്ഷെ എന്താണെന്നറിയില്ല, അത് വളരെ ദുർഗന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പുതുതലമുറയ്ക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളെ കക്ഷത്തൊക്കെ നമ്മൾ വലിയ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലൊക്കെ കക്ഷത്തുണ്ടാകുന്ന വിയർപ്പിൻ്റെ രോമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ആ വിയർപ്പിൻ്റെ ആ ഇത് പറ്റിപ്പിടിച്ചിട്ട് ഒരു മഞ്ഞ കതിര് പോലെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ എത്ര കുളിച്ചാലും എത്ര നല്ലത് വന്നാലും ഈ ഇത് നനയും തോറും ഈർപ്പം വരും തോറും അതിൻ്റെ ദുർഗന്ധം പുറത്തേക്ക് വരും. അപ്പോൾ അതിനൊക്കെ മാസത്തിലോ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ കക്ഷത്തിൻ്റെ അവിടെയും അതുപോലെ അണ്ടർആംസിലൊക്കെ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളൊരു ഫ്രഷ് ആക്കിയെടുക്കേണ്ടതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്.
കാരണം ദുർഗന്ധത്തിന് വേണ്ടിയിട്ട് സുഗന്ധത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താണ് ഒക്കെ പലത് ചെയ്തിട്ടും ഏറ്റവും വലിയ ദുർഗന്ധമുള്ള സാധനം കക്ഷത്ത് ഇങ്ങനെ അടക്കി പിടിച്ച് നടന്നിട്ട് പിന്നെ കുറെ അത്തറ് തേച്ച് നടന്നിട്ട് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിന്റെ ഫ്രഷ്നെസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട പല കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ അണ്ടർആംസും കക്ഷങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഫ്രഷായി നമ്മൾ കൊണ്ടു നടക്കുക എന്നുള്ളത്. കാരണം ഈ വിയർപ്പിനൊക്കെ മുടി രോമം കൂടിയ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ കതിരി പോലെ ഒരു മഞ്ഞ ഒരു ആദ്യ ഫംഗസ് പോലെ പറ്റി പിടിച്ചിരിക്കും. ഈ ഫംഗസിനൊക്കെ മണം വിയർക്കപ്പെടുന്നത് നനവ് തട്ടിയാൽ മതി, കെട്ട മണം പുറത്തേക്ക് വരും. അപ്പൊ അതൊക്കെ അറിയാത്തവരും അതിനുള്ള ഒരു ഷേവിംഗ് സെറ്റോ അല്ലെങ്കിൽ ഹെയർ റിമൂവറോ ഒക്കെ വാങ്ങാനോ എന്നൊക്കെ അറിയാത്തവരും ചമ്മലായിട്ടും ഒക്കെ ഉള്ള ആണായിട്ടും പെണ്ണായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവീസനാണ് ഇതിന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ സ്റ്റാഫുള്ള സ്ഥലത്ത് പോയിട്ട് ഇതൊക്കെ വാങ്ങിക്കുക, അതൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ വൃത്തിയും ഒക്കെ വെടുപ്പൊക്കെ ആയിട്ട് നടക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ആണ് എടുത്തു പറയാൻ കാരണം ഇതൊക്കെ പറഞ്ഞത് വൈദ്യുതി പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, പക്ഷേ കെട്ടമണം പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ കെട്ടമണത്തിന്റെ സാധനം കക്ഷത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അതും കൂടി എടുത്തിട്ടോളൂ എന്ന് പറയാനാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ ഒരു ഏട്ടനോ അനിയനോ ആരെങ്കിലും പറയുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ആയുർവേദം എന്നുള്ളത് ജാടയുടെയും ഒന്നും ഒരു പ്രത്യേകമായിട്ട് കാട്ടിക്കൂട്ടി പറയുന്ന ഒരു സംഭവമല്ല. നമ്മുടെ പാരമ്പര്യമായിട്ട് ഉള്ള അറിവുകൾ, ഗുരുപരമ്പരകളിൽ നിന്ന് കിട്ടിയ അറിവുകൾ നിങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങളെയും അല്ലെങ്കിൽ ഏട്ടനായിട്ടോ അനിയനായിട്ടോ മകനായിട്ടോ കാണാൻ പറ്റുന്നവർ അതിൻ്റെതായ തരത്തിൽ കണ്ടുകൊണ്ട് അത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞു തരുന്ന ഒരു അറിവായി മാത്രം കാണുക. അതിന് വേണ്ടി ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു വേഷം കെട്ടോ അതൊന്നും നമ്മുടെ ചാനൽ ഒരു വീഡിയോയിലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ഭയങ്കര ഗമയും പൊങ്ങച്ചും കാട്ടിക്കൂട്ടലൊന്നും നമ്മളിലില്ല. അപ്പോൾ പക്ഷേ നമ്മുടെ മരുന്നുകൾ പറയുന്നതൊക്കെ അല്ലെങ്കിൽ ഫലം പറയുന്നതൊക്കെ യാഥാർത്ഥ്യങ്ങളും ഫലമുള്ളത് മാത്രമായിരിക്കും. അതാണ് നമ്മുടെ ചാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രസാദ് വൈദ്യർ ഒരു കാര്യം പറഞ്ഞു തന്നു, അതിന് 10 ആളോട് ചോദിച്ചു നോക്കട്ടെ വലിയ പ്രശ്നം ഉണ്ടാവുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ വേണ്ട. കാരണം ചാനലിന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളെ കൊല്ലാകൊല ചെയ്യുന്ന ഒരു ഔഷധ ചേരുവ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞു തരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവർക്കും നമുക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലിന് ഒരു വിജയമുണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഷെയറും അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ. അപ്പൊ അതിനു വേണ്ടി നിങ്ങളും കൂടി പരിശ്രമിക്കുക. അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലൊരു വൈദ്യനുണ്ട്, ഒരു മാന്ത്രികനുണ്ട്, ഒരു ജ്യോത്സ്യനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറച്ചിരിക്കാം.